ഇപ്പോൾ ശ്രീ സേനാപതി വേണു കൂടി ചേരുകയാണ്. ശ്രീ സേനാപതി വേണു, എന്തൊക്കെയായാലും ഇനി തരൂർ തിരുത്തിയാൽ തന്നെ ഇതിനേക്കാൾ ഒരു വലിയ ഡാമേജ് സമീപകാലത്ത് കോൺഗ്രസിന് ഉണ്ടാകാൻ ബാക്കിയില്ലല്ലോ. അത് കേരളത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിലും അങ്ങനെയാണ്. അല്ല, ശശി തരൂര് ഇന്നിപ്പോ നമ്മുടെ ഈ ചർച്ചയുടെ ഒരു തലക്കെട്ട് തന്നെ തരൂരിനെ തിരുത്തിക്കുമോ എന്നുള്ളതാണ്. തിരുത്തിക്കുന്നതിനേക്കാൾ ഉപരി തരൂര് സ്വയം തിരുത്തേണ്ടി വരും. കാരണം എന്താന്ന് ചോദിച്ചാല് വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും പുറത്തു വരുമ്പോൾ അദ്ദേഹം സ്വയം തിരുത്തേണ്ടതായിട്ട് വരും. കാരണം നമ്മള് കേരളത്തിലെ ഭൗതിക സാഹചര്യങ്ങളെ കണ്ടു നിൽക്കുന്നവരാണ്. നമ്മൾ ഏതെങ്കിലും ഡേറ്റാസോ അല്ലെങ്കിൽ ഫിഗേഴ്സിന്റെയോ ബേസിലല്ല. വർത്തമാനകാലത്തെ കേരളത്തിലെ വ്യവസായങ്ങളുടെ പുരോഗതി അല്ലെങ്കിൽ ഇവിടെ വരുന്ന സംരംഭങ്ങൾ എന്ത് എന്ന് കണ്ടു നിൽക്കുന്ന ആളുകളാണ്. അല്ല, തരൂരിന് അത് അറിയില്ല എന്നുണ്ടോ ശ്രീ സേനാപതി വേണു? തരൂരിന് അറിയില്ല എന്നുണ്ടോ? അദ്ദേഹം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ആ സമയത്ത് സംസ്ഥാന സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രചാരണത്തിന് ഇറങ്ങിയത്. ആ ശശി തരൂരിന് ഈ ഡേറ്റയെ കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ടാണെന്ന് പറയാൻ കഴിയുമോ? എങ്ങനെയാണോ സമൂഹം കരുതുന്നത് അതുപോലെ തന്നെ തരൂരിനും അറിയാം. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇതേ CPM തന്നെ അദ്ദേഹത്തെ ഏറ്റവും രൂക്ഷമായ രീതിയിൽ, അത് വ്യക്തിപരമായും അല്ലാത്ത രീതിയിലും ഒക്കെ ഹീനമായ ആക്രമണങ്ങൾ അദ്ദേഹത്തിന് നേരെ അഴിച്ചുവിടുകയും ആ പാർട്ടിക്കെതിരെ അതിശക്തമായ പ്രചരണ രംഗത്ത് നിൽക്കുകയും ചെയ്തയാളാണ് ശ്രീ ശശി തരൂര്. അപ്പോൾ ഒരുപക്ഷെ ഇനി ശശി തരൂര് എന്തുകൊണ്ട് ഈ കാര്യം അന്ന് പറഞ്ഞില്ല എന്ന് നമ്മളിപ്പോൾ സംശയിക്കും. ഇവിടെ ശശി തരൂരിന്റെ ലേഖനം കഴിഞ്ഞ 14-ാം തീയതി വന്ന ലേഖനത്തിലെ ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒന്ന് പറയാം. അതായത് കേരളാസ് ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ P. Rajiv announced that one can now open a business in Kerala in 2 minutes. മഞ്ജുഷ, ഇപ്പൊ നമ്മളൊക്കെ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകളാണ്. ഈ നാട്ടിലെ ഇപ്പോഴത്തെ ഒരു ഭൗതിക സാഹചര്യത്തിൽ ഇനി മന്ത്രി രാജീവ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് 2 minutes അല്ല, 2 hours 2 days ആണെങ്കിൽ പോലും അത് കേരളത്തിൽ സാധ്യമാകുന്ന ഒരു കാര്യമാണോ? സാധ്യമാകുന്ന കാര്യം തരൂരിനോട് പറയൂ ശ്രീ സേനാപതി വേണു. തരൂരിന് ഇതുവരെ അത് ബോധ്യമായിട്ടില്ലല്ലോ. രാഹുൽ വിളിച്ചു വരുത്തേണ്ടി വന്നിരിക്കുകയാണ് തരൂരിനെ. 2.5 വർഷങ്ങൾക്ക് ശേഷമാണ് തരൂരും രാഹുലും തമ്മിലുള്ള ഒരു നേർക്കുനേർ ഒരു ചർച്ച നടക്കുന്നത്. ഹൈക്കമാൻഡിന് താല്പര്യമുള്ള ഒരു വ്യക്തി അല്ലല്ലോ ഇപ്പോൾ ശശി തരൂർ. എന്നിട്ട് കൂടി തരൂരിനെ വിളിച്ചു വരുത്തുന്നത് ഇത് തിരുത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണല്ലോ. ആ തരൂർ ഇതുവരെ തിരുത്താൻ തയ്യാറായിട്ടില്ല. തിരുത്തിയാൽ നല്ലത്, പക്ഷെ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇത്രമാത്രം ഡ്രാമ ഉണ്ടാക്കേണ്ടത് എന്താണ്? അതിനുള്ള കാരണം എന്താണ് തരൂർ ഉദ്ദേശിക്കുന്നത് എന്ന് പോലും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടി വരികയാണ്. എന്തായാലും കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കുകയാണല്ലോ തരൂർ അവിടെ ചെയ്യുന്നത്. അല്ല, നമ്മൾ മലയാളത്തിലെ ഒരു വാചകം പറഞ്ഞ കവി എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഏതായാലും ഈ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് ഇത് അങ്ങ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ വലിയ ഡാമേജ്, അത് പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടി സമീപകാലത്ത് ഈ ഗവൺമെന്റിനെതിരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം. ഞാനിപ്പോൾ വേറെ ഇതിലോട്ടൊന്നും പോകുന്നില്ല. നമ്മളൊരു 3-4 ഉദാഹരണങ്ങൾ ഇവിടെ വ്യവസായ സൗഹൃദമായ ഒരു നാടായി കേരളം മാറിയെന്ന് പറയുമ്പോൾ വളരെ അടുത്ത ആളിൽ നടന്ന 2-3 ഉദാഹരണം. ഒന്ന്, നമ്മുടെ ആന്തൂർ നഗരസഭയിലെ സാജൻ പാറയ്ക്കൽ. ശരിയാണ്, അത് ഒരുപാട് ചർച്ച ചെയ്തതാണ്. അങ്ങനെ ആ തരൂർ പറഞ്ഞ കാര്യത്തിലൊന്നും ഒരു കാര്യവുമില്ല. ഇവിടെ സംസ്ഥാന സർക്കാരിനെതിരെ ഒരു വലിയ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷെ അതിനെയൊക്കെ കോൺഗ്രസ് അത് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഈ സമയത്ത് കോൺഗ്രസിനെ ബാക്ക് ഫുട്ടിലേക്ക് ആക്കുകയായിരുന്നു ശശി തരൂർ ചെയ്തത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്നലെ തരൂർ ചെയ്തത് എന്താണ്? കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ഫോട്ടോ തരൂർ പങ്കുവെച്ചതാണ്. ആ ഫോട്ടോയിൽ കൃത്യമായിട്ട്, ആ കാർഡിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു CPM നരഭോജികൾ എന്ന്. ആ കാർഡ് അദ്ദേഹം എടുത്ത് മാറ്റുകയാണ് ചെയ്തത് പിന്നീട് ഫേസ്ബുക്കിൽ നിന്ന്. എന്തിന്? അവിടെ യൂത്ത് കോൺഗ്രസ്സുകാരെ മാത്രമല്ല കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഒട്ടാകെ അപമാനിക്കുകയാണ് ശശി തരൂർ ചെയ്തത്. എന്നിട്ട് ഒരു വാക്ക് എന്തുകൊണ്ട് മകത്ത് പറയുവാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞില്ല? തരൂരിനെതിരെ ഒരു വാക്ക് പോലും ഇന്ന് ആരും ശബ്ദിച്ചില്ല. എന്തുകൊണ്ടാണ്? യൂത്ത് കോൺഗ്രസിന്റെ ചില നേതാക്കൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്താൻ ഉദ്ദേശിച്ചതാണ് തരൂരിന്റെ MP ഓഫീസിലേക്ക്. എന്തുകൊണ്ട് അത് തടയപ്പെട്ടു? അപ്പോൾ തരൂരിനെ എന്തിന് നിങ്ങൾ പേടിക്കുന്നു ഇപ്പോൾ? അല്ല, അവിടെ പേടിയുടെയോ ധൈര്യത്തിന്റെ ഒരു കാര്യമല്ലല്ലോ. അദ്ദേഹം പറഞ്ഞ ഇന്നലത്തെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് അദ്ദേഹം തന്നെ ഒരു വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നു. ആ നരഭോജി എന്നുള്ള ഒരു പദം, അത് തന്നെ പോലെ ഒരു രാഷ്ട്രീയക്കാരൻ അങ്ങനത്തെ ഒരു പദം ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സൗകര്യം. ആ കാര്യത്തെ എന്ത് വ്യക്തിപരമായ സൗകര്യമാണ്? അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാടാണ്.
അതിനോടൊപ്പം നിൽക്കാൻ പറ്റില്ലെങ്കിൽ തരൂരിനോട് പോകാൻ പറയണം. അത് പറയാനുള്ള ആർജവം എന്തുകൊണ്ട് കോൺഗ്രസിന് ഉണ്ടാകുന്നില്ല? അത് മാത്രമല്ല, ഇന്ന് എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കാതെ പോയത് എന്ന് താങ്കൾക്ക് അറിയാമല്ലോ. എന്തുകൊണ്ടാണ്? തരൂരിനെ അനുകൂലിക്കുന്ന കുറച്ച് യുവ നേതാക്കൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ കാല് തല്ലി ഒടിക്കുമെന്ന് യൂത്ത് കോൺഗ്രസിന്റെ ആ ജില്ലാ കമ്മിറ്റി നേതാക്കളോട് പറഞ്ഞു. അതുകൊണ്ടാണ് തടയപ്പെട്ടത്. അവിടെ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് മറ്റൊന്നാകുമായിരുന്നു. തിരുവനന്തപുരത്ത് തരൂർ പക്ഷവും എതിർപക്ഷവും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് പോകുമായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ തരൂരിന് വേണ്ടിയും കളത്തിലിറങ്ങാൻ ആളുകൾ തയ്യാറായി നിൽപ്പുണ്ട്. അല്ല, ഇവിടെ തരൂർ പക്ഷമെന്നോ എതിർപക്ഷമെന്നോ അങ്ങനെ ഒരു വിഭാഗീയതയല്ല ഇവിടെ പാർട്ടിക്കകത്തുള്ളത്. ഇവിടെ പ്രശ്നാധിഷ്ഠിതമാണ്. കാരണം ആ കാര്യത്തെ അല്ല, ഇന്നലെ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലയാളികളെ സംബന്ധിച്ച് ഇന്നലെ യൂത്ത് കോൺഗ്രസും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക പേജിൽ വന്ന പോസ്റ്റ്, അത് അദ്ദേഹം എന്താ പറയുക റിമൂവ് ചെയ്തതിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെതായ ന്യായീകരണങ്ങൾ ഉണ്ടാകും. പക്ഷെ ന്യായീകരണങ്ങൾ എന്താണെങ്കിലും കോൺഗ്രസ് എടുക്കുന്ന ഒരു തീരുമാനത്തോടൊപ്പം നിൽക്കുവാൻ ശ്രീ ശശി തരൂര് ബാധ്യസ്ഥനാണ്. ശശി തരൂർ എന്ന് മാത്രമല്ല, എല്ലാ കോൺഗ്രസ്സുകാരും അത് ബാധ്യസ്ഥരാണ്. ആ കാര്യത്തിൽ അദ്ദേഹത്തിന് ആവശ്യമായ തിരുത്തലുകൾ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഡൽഹിയിൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളുമായിട്ടുള്ള ചർച്ച നടന്നിരിക്കുന്നത്. ഏതായാലും അദ്ദേഹം തിരുത്താതെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിനും അറിയാം, കോൺഗ്രസ് പാർട്ടിക്കും അറിയാം, പൊതുസമൂഹത്തിനും അറിയാം. അപ്പൊ നിശ്ചയമായും കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന രാഷ്ട്രീയ നയങ്ങളോടും നിലപാടുകളോടും ഒപ്പം അദ്ദേഹം നിന്നേ മതിയാവൂ. അങ്ങനെ നിൽക്കാൻ മാത്രമേ അദ്ദേഹത്തിന് കഴിയുള്ളൂ. പ്രത്യേകിച്ച് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. കാരണം ഈ നാട്ടിലെ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകര് അവർക്കൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ഒരു ഭരണത്തിന്റെ അല്ലെങ്കിൽ ഒരു എന്താ പറഞ്ഞ ഒരു അധികാരത്തിന്റെ ചെറുതാണെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അവർക്ക് കടന്നു വരാനും ഭരണം നടത്താനും ഒക്കെയുള്ള ഒരു അവസരം, അതിന് ഇനി മാസങ്ങൾ മാത്രം, വിരലിൽ എണ്ണാവുന്ന മാസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ അത് ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് ഈ നാട്ടിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരോട് മാത്രമല്ല UDFന്റെ പ്രവർത്തകരോട് കൂടി ചെയ്യുന്ന കടുത്ത അപരാധമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ കാര്യം ശശി തരൂരിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശശി തരൂർ തിരുത്തും, അദ്ദേഹം തിരുത്തിയേ മതിയാവൂ. ആ തിരുത്തലിനൊപ്പം അദ്ദേഹം കോൺഗ്രസിന്റെ ഔദ്യോഗിക നയത്തിനോടൊപ്പം ചേർന്ന് നിൽക്കും. അത് ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ആ പ്രസ്താവന ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശരി, ആ പ്രസ്താവനയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. എന്തായാലും അദ്ദേഹം ഒരു പ്രതികരണം നടത്തുമെന്ന് തന്നെ കരുതാം. ശ്രീ വിനോദ് മാത്യു.